ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 സൂപ്പർ നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നാരങ്ങ വെള്ളം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാവും, പ്രത്യേകിച്ച് നോമ്പൊക്കെ അല്ലേ. പക്ഷേ നാരങ്ങ വെള്ളം നോമ്പ് തുറക്കുമ്പോൾ കുടിക്കുന്നത് നല്ലതാണെന്നും പറയുന്നുണ്ട്, കേടാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ 2 അഭിപ്രായമുണ്ട്. എന്തായാലും നാരങ്ങ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ദഹനത്തിന് നല്ലതാണ്, അതുപോലെ ദാഹം പെട്ടെന്ന് തീരും ചെയ്യും. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിൻ്റെ മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ പാഷൻ ഫ്രൂട്ട് ലൈം ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് വേണം. ഇത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നാരങ്ങ നീര്, ഇത് ഒരു നാരങ്ങൻ്റെ നീരാണുള്ളത്, കുരു ഇല്ലാതെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പഞ്ചസാര വേണം. ഇതിപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ട്. സിറപ്പിൽ ഓൾറെഡി മധുരം ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് മധുരം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാരയും നാരങ്ങ നീരും സിറപ്പും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 4 ടേബിൾ സ്പൂണോളം പാഷൻ ഫ്രൂട്ട് സിറപ്പ് ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 ഗ്ലാസ്സിനുള്ള അളവാണ് ഈ കാണിക്കുന്നത്. ഇനി പഞ്ചസാര നന്നായിട്ട് മിക്സായിട്ട് വരണം. ഇനിയിപ്പോൾ പഞ്ചസാര മിക്സ് ആവണില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നല്ലോണം അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഐസ് ക്യൂബ്സ് ആക്കിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് 4 ഐസ് ക്യൂബ്സ് ആവശ്യമുണ്ട്. അങ്ങനെ 8 ക്യൂബ്സാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ടയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. അടുത്തത് റോസ് ലൈം ജ്യൂസാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് റോസ് സിറപ്പ് വേണം. ഈ റോസ് സിറപ്പ് ഇങ്ങനെ ബോട്ടിൽസിലാക്കിയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇത് വെച്ച് ഞാനൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയും ചെയ്തിട്ടുണ്ട്, അതുപോലെ പുഡിങ്ങിൻ്റെ റെസിപ്പിയും ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ അപ്പം ഒരു 2 ടേബിൾ സ്പൂണോളം റോസ് സിറപ്പ്, 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സിറപ്പിൽ മധുരം ഉണ്ടാവും, അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുക. ഇനി നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങനീര് ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഒഴിക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പാഷൻ ഫ്രൂട്ടിൻ്റെ ചെയ്ത പോലെ തന്നെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 2 ഗ്ലാസ്സിനുള്ള അളവെന്നാണ് ഇതും. ഇത് നല്ല കട്ടിയായതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുക്കുക. അങ്ങനെ ഐസ് ക്യൂബ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ കുറച്ച് കസ്കസ് ഇടുന്നുണ്ട്. കസ്കസ് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് അതൊന്ന് വീർത്ത് വന്നു കഴിഞ്ഞാൽ 2 ഗ്ലാസ്സിലേക്കും ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കസ്കസ് നമ്മൾ ഡ്രിങ്ക്സിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് എനർജി കിട്ടാനൊക്കെ നല്ലതാണ്. ഇനി ഈ ഐസ് ക്യൂബ്സ് ഒരു 4 എണ്ണം വീതം ഓരോ ഗ്ലാസ്സിലേക്കും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. പിന്നെ ഈ വെള്ളത്തിന് പകരം കുറച്ച് 7-അപ്പോ അല്ലെങ്കിൽ സോഡയോ ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അധികം പുളിയില്ലാത്ത നാരങ്ങയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് ഐസ് ക്യൂബ്സ് ആക്കുന്നതിൻ്റെ മുന്നേ മിക്സ് ആക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കുക, പുളിയൊക്കെ പാകമാണോ നോക്കുക. പുളി കൂടിക്കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ പാഷൻ ഫ്രൂട്ടിൻ്റെത് എല്ലാവർക്കും ഇഷ്ടമാവും. ആ പാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റും നാരങ്ങൻ്റെ പുളിയും മധുരവും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അതുപോലെ റോസ് സിറപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ റോസിൻ്റെ ലൈം ജ്യൂസും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ 2 വെറൈറ്റി ആയിട്ടുള്ള ലൈം ജ്യൂസുകൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇന്നും നമ്മൾ സാധാ പോലെയല്ലേ ലൈം ജ്യൂസ് കുടിക്കൽ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്